ഒരു 1.5 കൊല്ലം മുമ്പ് ഞാനും എൻ്റെ മക്കളും കൂടെ ചെന്നൈയിലേക്കൊരു പ്രോഗ്രാമിന് പോയ യാത്രയാണിത്. കണ്ണൂരിൽ നിന്ന് പുലർച്ചെ ഒരു 1:45 ട്രെയിൻ കയറി. പൊതുവേ യാത്രക്കിടയിലുള്ള ഫുഡൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ട് പോവാറാണ് പതിവ്. ട്രെയിനിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന പതിവ് ഞങ്ങൾ ആർക്കുമില്ല. സെക്രട്ടറി ചെന്നൈ അപാരത വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ചെന്നൈയിലെത്തി. എൻ്റെ കുട്ടികൾക്കും എന്നെ പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പുതിയ സാധനം കൂടെ കിട്ടി, മോമോസ്. അവിടെ നിന്നും ഒരു 1/2 മണിക്കൂർ കൊണ്ട് ക്യാബും കയറി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഞങ്ങളുടെ പ്രോഗ്രാം പിറ്റേന്നാണ്. പക്ഷെ തലേന്ന് അവിടെ പോയി അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. അത്യാവശ്യം വളരെ നല്ല ആർട്ടിസ്റ്റുകളുടെ പ്രോഗ്രാം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിറ്റേന്ന് ഉച്ചയ്ക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും ഫുഡും വന്നു. ഇത്തവണ ധനീഷേട്ടനാണ് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. ഞങ്ങൾ കേരളത്തിൽ നിന്ന് ധനീഷേട്ടനെയും കൂട്ടിയിട്ടാണ് ചെന്നൈയിലേക്ക് വന്നത്. അതിനിടയിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നൊരു ഗിഫ്റ്റ് കവർ ഓപ്പൺ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വെങ്കടാചലപതി ആയിരുന്നു. ഒരു 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഞങ്ങളുടെ പ്രോഗ്രാം തന്നിരുന്ന ടൈം 6:30 ആയിരുന്നു. 2024 സമന്വയ നാഷണൽ ഫെസ്റ്റ് എന്ന പ്രോഗ്രാമിലാണ് കുട്ടികൾ പങ്കെടുത്തത്. ഇത് അവിടുത്തെ ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. വളരെ നല്ല രീതിയിൽ ദർശനവും നടത്താൻ പറ്റി ഞങ്ങൾക്കന്ന്. Padmanam by touching the feet of Hrithika Samesh, Sanvia പിറ്റേന്ന് NCCൻ്റെ എക്സാം ഉള്ളതുകൊണ്ട് തലേന്ന് രാത്രി തന്നെ ഫ്ലൈറ്റും കയറി നാട്ടിലേക്ക് പോകാനുള്ള സൊള്ളിലായിരുന്നു മുത്ത്. പക്ഷേ പിറ്റേന്ന് ഒരു ദിവസം കൂടെ ചെന്നൈയിലും കോയമ്പത്തൂരും കറങ്ങാനുള്ള സൊള്ളിലായിരുന്നു സാൻവി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയത് കപാലീശ്വരയാണ്. അതിനുശേഷം ഇവരെയും കൂട്ടി കർപ്പകാമ്പാളെന്ന് ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താണ് കർപ്പകാമ്പാൾ മെസ്സിന് ഇത്രയും പ്രത്യേകത എന്നുള്ളത്. ജാനകിയൊക്കെയാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കർപ്പകാമ്പാൾ മെസ്സ് പരിചയപ്പെടുത്തുന്നത്. അവിടുത്തെ എല്ലാ ഫുഡും കൃത്യമായിട്ടുള്ള കറക്റ്റ് തമിഴ്നാട് ട്രഡീഷൻ ഫുഡ് എന്ന രീതിയിൽ കിട്ടാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം MS സുബ്ബലക്ഷ്മിയുടെ പാട്ടും കേട്ട് അവിടെ നിന്ന് ആ ഫുഡ് കഴിക്കുക. അതായത് മൊത്തത്തിൽ അമ്പാളിൻ്റെയും ആണ്ടാളിൻ്റെയും ഒക്കെ ഫോട്ടോസിനൊക്കെ നടുവിലിരുന്ന്
ആ ഒരു MS സുബ്ബലക്ഷ്മിയുടെ മ്യൂസിക്കും ഒക്കെ കേട്ടുകൊണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. മേ ബി ഇതെൻ്റെ മാത്രം തോട്ടായിരിക്കാം, എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. ഒരു ഭക്ഷണം കഴിക്കുക എന്നത് നോട്ട് ഓൺലി ഫുഡ്, ഒരു പക്ഷേ ആ ഒരു ആംബിയൻസ് നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കറുപ്പകാമ്പാൾ മെസ്. ദെൻ അവിടെ നിന്ന് നേരെ പോയത് രംഗനാഥൻ സ്ട്രീറ്റിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. നൈറ്റ് ഒരു 9-10 മണിയുടെ ബസ്സിന് ഞങ്ങൾ നേരെ കോയമ്പത്തൂരിലേക്ക് പോയി. അവിടെ നിന്ന് ഒന്ന് ഈശാ യോഗയും കൂടെ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു.